നമസ്കാരം. നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. സാറൊന്ന് റോട്ടറി മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ ടൗൺ ഹാളിൽ അവിടെ വെച്ച് സാറിന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ലേ? അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞിട്ട് ഞാനല്ലേ സാറിന് എയർപോർട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. എന്താ ചേട്ടന്റെ പേര്? വിനയേന്ദ്രക്കുറുപ്പ്. വിനയന്റെ ബ്രദറാണല്ലേ? ചേട്ടന്റെ പേര് പറഞ്ഞാലല്ലേ പലരും അറിയൂ. വാ വാ ഇരിക്കും. തിരുവല്ലയിൽ എനിക്ക് ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് ഗുഡ്സ് എടുക്കാൻ വന്നതാ. ഗുഡ്സ് ഒക്കെ എടുത്ത് ബില്ല് സെറ്റിൽ ചെയ്ത് ടോട്ടൽ ചെയ്ത് വന്നപ്പോ ഒരു 5000 റുപ്പീസിന്റെ കുറവ്. സാറിന് അറേഞ്ച് ചെയ്യാമെങ്കിൽ. 5000 റുപ്പീസോ? അതെ. ഇവിടെ ഒരു 3000 റുപ്പീസ് കാണും. മതി, ബാക്കി അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ സാറിന് വലിയൊരു ചെക്ക് തരാം. ചെക്കൊന്നും വേണ്ട. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. സാറ് ചെക്ക് വാങ്ങിച്ചെങ്കിൽ ഞാൻ പൈസ വാങ്ങും. ബിസിനസ്സിൽ ചേട്ടന്റെ ട്രെയിനിങ് അങ്ങനെയാണ്. ആനീസ്, ആരെങ്ങോട്ട് വന്ന് ഇറങ്ങിയത്? ആരെയും കാണാനില്ലല്ലോ. ആരെങ്കിലും ആയിക്കോട്ടെ, കള്ളനും കൊള്ളക്കാരനും ഒന്നും ഓട്ടോറിക്ഷ ഒന്നും ഇറങ്ങില്ലല്ലോ. ചേട്ടത്തിയമ്മേ, കൊടുക്കാനും വാങ്ങാനും ഉള്ളതാണല്ലോ കാശ്. ബന്ധവും പരിചയമുള്ളിടത്തല്ലേ നമുക്കിതൊക്കെ സാധിക്കൂ. ചേട്ടന്റെ 2 കൂട്ടുകാരിൽ ഒരാളെ വെറും ഒരു ഡ്രൈവറായിട്ട് ഞാൻ എയർപോർട്ട് വരെ കൊണ്ടാക്കിയതാ. മറ്റൊരാളവിടെ മദ്യമിച്ച് ഛർദ്ദിച്ച് കിടന്നപ്പോ ഞാനാ തൂക്കിയെടുത്ത് വീട് വരെ കൊണ്ടാക്കിയത്. എന്തെങ്കിലും ഒരു പ്രയോജനം ഇവരെ കൊണ്ട് എനിക്കും വേണ്ടേ? ചെക്ക് കൊടുത്തിട്ടുണ്ട്, മടങ്ങാരുതാ പോരെ. അതൊന്നും എനിക്കറിയില്ല. ചേട്ടന്റെ സ്വഭാവം അറിയാലോ. അറിയാം, ചേട്ടന്റെ സ്വഭാവം അറിയാം, ചേട്ടത്തിയമ്മയുടെ സ്വഭാവം അറിയാം. ചേട്ടന്റെ സ്വഭാവം സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ചേട്ടത്തിയമ്മ ഇവിടെ വന്ന് സൗന്ദര്യപ്പണക്കം നടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് വെറുതെ ഇരിക്കണോ? ചേട്ടത്തിയമ്മേ, പൈസ മേടിച്ച 2 പേരും ഇന്ന് തന്നെ ചേട്ടനെ വിളിച്ച് വിവരം പറയും. ചേട്ടൻ എന്റെ നേരെ ചന്ദ്രാസ് ഇളക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, ചേട്ടത്തിയമ്മ എന്റെ കൂടെ വന്നേ പറ്റൂ. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശാന്തം നോക്കണ്ട. ഞാനില്ലാത്ത കുറവ് ശരിക്കൊന്നും അറിയട്ടെ. അതിപ്പോ ഞങ്ങളാ അറിയുന്നത്. സ്പെഷ്യൽ കടുപ്പത്തിൽ ചായ, 40 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടുവെള്ളം, ഷേവ് ചെയ്യാനേ ബ്രഷിന്റെ തുമ്പത്ത് പേസ്റ്റ്. താൻ വന്നോ? സുഭദ്രേ, ശ്രീരാമന്റെ ലക്ഷ്മണൻ വന്നിരിക്കുന്നു. സീതയെ വിളിച്ചോണ്ട് പോവാൻ. നല്ല ചെണ്ട മുറിയൻ കപ്പയുണ്ട്, വെണ്ണ പോലെ വെന്തത്. നല്ല 1-ാം തരം കാന്താരി മുളക് ഓട്ടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തി കഴിക്കുന്നോ? വേണ്ട, എനിക്ക് ഇവിടുന്ന് പോണം. എന്നാ താൻ പോയി വല്ല കോഴിയിറച്ചിയോ ആട്ടിറച്ചിയോ പന്നിയിറച്ചിയോ കഴിച്ചാൽ മതി. തന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഈ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇത്തവണത്തെ നിന്റെ വിരഹവാസം തീർന്നോ മോളെ? കേട്ടോ ശാന്ത, സാധാരണ 2 കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാൻ ഈ പിണക്കവും മാറി താമസവും ഒക്കെ മതി. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു പിണക്കവും ഇല്ല. അവളിവിടെ നിന്നോട്ടെ. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളൂ. ചെണ്ടമുറിയം വിളിക്കുക. ഇപ്പൊ വരാം. ചേട്ടത്തിയമ്മേ, ഈ ലക്ഷ്മണൻ ഒരു ഉപകാരം ചോദിച്ചാ ചേട്ടത്തിയമ്മ ചെയ്തു തരുമോ? എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ചേട്ടൻ ഒന്ന് ഫോൺ ചെയ്യും. അത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 9-നും 9:05-നും ഇടയ്ക്ക് വിളിക്കണം. വരുന്നോ ചേട്ടത്തിയമ്മേ? ചേട്ടത്തിയമ്മയുടെ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പോകുന്നത് മറക്കരുത്. 9-നും 9:05-നും ഇടയ്ക്ക്. അമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിനയന്റെ അനിയനാണെന്ന് അവരോട് അഭിമാനപൂർവ്വം പറഞ്ഞു. എന്താ തെറ്റാണോ? ഇനി ചേട്ടൻ എന്തൊക്കെ തന്നെ അഭ്യാസം കാണിച്ചാലും വിനയചന്ദ്രക്കുറുപ്പ് എന്റെ ചേട്ടനല്ല എന്ന് പറഞ്ഞുള്ള കുരുത്തക്കേടൊന്നും ഞാനായിട്ട് ഉണ്ടാക്കി വെക്കത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. വന്ന ഉടനെ എന്നെ കുറെ നേരം നോക്കി നിന്നു. എന്നിട്ട് മേളിലേക്ക് പോയി. പോന്ന വഴി ആ പാവം പിടിച്ച ഗംഗാടനെയും കൂട്ടിക്കൊണ്ടുപോയി. അമ്മാവൻ പെട്ടോ? എന്റെ അമ്മോ, കൊല വിളിക്കുന്നുണ്ടാവും. നിങ്ങളൊക്കെയാണല്ലോ ഉപദേശികള്. ആദ്യം ട്രാവൽസ് ഇട്ട് കൊടുത്തു. അങ്ങനെ എന്റെ കുറെ കാശ് പോയി. അത് കഴിഞ്ഞപ്പോ വീഡിയോ ഷോപ്പായി. അതും തൊലിച്ചു എന്റെ കുറെ കൂടെ കാശ് പോയി. ഞാനെന്നെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് ഇലക്ട്രിക് ഷോപ്പ് ഇട്ട് കൊടുത്തത്. ഇപ്പൊ എന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് തെണ്ടുക. എന്താ മിണ്ടാ നിൽക്കുന്ന പടി പോലെ? എന്തായാലും ഞാനിന്ന് അവനോട് കാര്യമായിട്ട് സംസാരിക്കാം. ഇങ്ങനെ എന്റെ മനികൻ. അമ്മവാ, വയറ് നിറഞ്ഞോ? നിനക്ക് വേണ്ടി ചിൽഡ്രൻ എന്നല്ല ഞാൻ അവന്റെ വായെന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ജന്മം കൊണ്ട് നിങ്ങളുടെയൊക്കെ അമ്മാവനാ. അമ്മാവൻ അറിയില്ലേ, നമ്മുടെ കുടുംബത്തിൽ ഏതോ കാരണവന്മാര് തെറ്റി പേരിട്ടതാ വിനയചന്ദ്രക്കുറുപ്പെന്ന്. ഇല്ലാത്ത ഏക ഗുണം വിനയ. ചെല്ലിയല്ലേ ഉള്ളത്, കയ്യോടെ മേടിച്ചോ. ഒന്നുമില്ല, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. 9-നും 9:05-നും ഇടയ്ക്ക് ഇന്ന് രാത്രി ഞാൻ കണ്ടിരിക്കും. അല്ല, ചേട്ടൻ വന്നേ അറിഞ്ഞില്ലായിരുന്നു. അല്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. കോട്ടയം വരെ പോയിരിക്കായിരുന്നേ. അവിടെ ചെന്നപ്പോ നമ്മുടെ പഴയ പണിക്കരെ അച്ഛനെ കണ്ടു. അവർക്ക് ഭയങ്കര പരാതി, ചേട്ടന് ഇപ്പൊ അവിടെ വിളിക്കുന്നേ ഇല്ലെന്ന്. അല്ല, ഞാനൊന്ന് സ്റ്റോക്ക് എടുക്കാൻ ചെന്നപ്പോ ഒരു 5000 റുപ്പീസിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നാലും ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല. ചെക്ക് കൊടുത്തിട്ടുണ്ട് ചേട്ടാ. ഒന്ന പോലെ വളർന്നല്ലോടാ നാണം കെട്ടണം.
ഫോൺ ഞാനിവിടെ വെക്കാം. അഭിനന്ദനങ്ങൾ. ആത്മാഭിമാനം സൂക്ഷിച്ചതിന്. ഭാര്യ വീട്ടിൽ പോയിട്ട് 7 ദിവസമായിട്ടും ഒരു ഫോൺ പോലും ചെയ്ത് വ്യക്തിത്വം കളഞ്ഞില്ലല്ലോ. 24 മണിക്കൂറും വീട്ടിൽ ചുമ്മാതിരുന്നിട്ടും ഒരു ഫോൺ മുമ്പിൽ ഇരുന്നിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭിമാനം കളഞ്ഞില്ലല്ലോ. സബാഷ്. ഓ, കണക്ക് പുസ്തകം തുറന്നോ? ഓടാവണം. ഇനി എനിക്ക് അങ്ങോട്ട് വരാമോ? ഓ, മാലയും പൊക്കെയൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ നേരത്തെ പറയണം. നാളെ ഇവിടെ പൂക്കട ഒഴിവാന്നാ പറയുന്നത്. ആ ഇടാ കൊന്ന പോലെ ഫോൺ വരാൻ കണ്ടൊരു സമയം. നക്കൊന്നുമില്ലടാ. നക്കിയും തുപ്പിക്ക് വിട്ടിരുന്നു. അമ്മ ഇപ്പം എത്തും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. അമ്മാവൻ എനിക്ക് വേണ്ടി ചേട്ടന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ള 1000 തെറികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവനോട് പിടിപ്പിച്ചേ. അമ്മാവന്റെ അനുഗ്രഹം അനന്തരവൻ എപ്പോഴും. അത് മതി അമ്മാവാ. ചോറ് വേണ്ടേക്കാൻ അമ്മ പറഞ്ഞു. ഓ, എന്റെ കുഞ്ഞ് രാമചേച്ചി ചതിക്കല്ലേ. ദൈവനെ കൂടി ഒന്ന് വീശിക്കോട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് ചോറ് കാലാവുള്ള നമ്മയോട് പറ. രാജമ്മേ, ഞാൻ കഞ്ഞി. അതെനിക്കറിയാം. അതിവിടെ എല്ലാവർക്കും അറിയാം. എന്റെ ചേട്ടൻ മതയാനിയെ നീ എങ്ങനെ തളച്ചടാ? അമ്മാവോ, ശ്രീരാമചന്ദ്രനാണെങ്കിലും ആവശ്യമില്ലാതെ ലക്ഷ്മണന്റെ മനസ്സ് വേദനിപ്പിച്ച സീതാദേവി ഇങ്ങ് പറന്നെത്തും. ചേട്ടത്തേമ്മ ഉടനെ ഇങ്ങെത്തും. ചേട്ടാ, ഈ പെട്ടി എന്റെ ഉച്ചയിലോട്ട് വെച്ചോ. കൊണ്ടുവെക്കടാകത്ത്. ഓ, ഈ ചെടികളൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്. എന്നും നനച്ചാ ഇങ്ങനെ അങ്ങ് വാടുവോ? ഇപ്പൊ എല്ലാം കൃത്രിമല്ലടാ. ഇപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ കാരണം? ആഹാരത്തിൽ രാസവളം. എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്? ഇപ്പൊ വെള്ളത്തിൽ മുഴുക്ക ക്ലോറിനാ. എന്തിനുമുണ്ടൊരു ന്യായീകരണം. അപ്പൊ വെള്ളത്തെ മുഴുവൻ ക്ലോറിനാ. ഓ, വീണ്ടും വീട്ടുമുറ്റത്തായോ വസ്ത്രാലങ്കാരം? രാജമ്മേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ വീട്ടുമുറ്റത്തിടാൻ പാടില്ല എന്ന്. ഉണ്ടല്ലോ പറഞ്ഞ ഇഷ്ടം പോലെ സ്ഥലം. അല്ലെ ടെറസിന്റെ വണ്ടേ കൊണ്ടിട്. ഇത് കാറ് മുമ്പോട്ട് പോവുകയല്ല. അത് നല്ല വെയിലുണ്ടായിരുന്നോണ്ട്. അതിനൊപ്പം കൊണ്ടോ ന്യായീകരണം? നീ ഇങ്ങോട്ട് വാ. അമ്മേ, ഈ വീട്ടിലെ ഓരോ ചെടിച്ചട്ടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളതാ. അത് നോക്കി നടത്താൻ ആളില്ലാന്ന് വെച്ചാല് അതിനൊക്കെ സമാധാനം ഉണ്ടാക്കാം. നീ അകത്തോട്ട് ചെല്ലേ. ആ, നീ എപ്പോ വന്നു? ഇന്നലെ ക്ലാസ് ഇല്ലേ? 2 ദിവസം അവധിയുണ്ട്. അപ്പൊ എപ്പോ പോവും? മറ്റന്നാ പോവും. അവള് വന്നു കേറിയതേ ഉള്ളൂ. എപ്പോഴാ പോന്നെന്നാണോ ഉടനെ ചോദിക്കുന്നത്? എന്തിനാമ്മേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും? ആ നേരം ഹോസ്റ്റലിൽ നിന്നുള്ള പഠിക്കാൻ പാടില്ലേ? ആ, അവള് പഠിച്ചോളും. നീ പോയി കുളിച്ച് ഡ്രസ് മാറ്. അതെ, ഇവര് തലയ്ക്ക് വട്ട അല്ലെങ്കിൽ സൂട്ടിട്ട് നടക്കൂ. ചേട്ടാ സൂട്ടിട്ട് എന്താ കുഴപ്പം? ഇങ്ങനെയാണോ സൂട്ടിട്ട് നടക്കുന്നത്? കവ കവ എന്ന്. അതിനൊക്കെ ചില രീതികളുണ്ട്. നല്ല ഹൈറ്റ് വേണം. ഇപ്പൊ ഞാനിട്ടാൽ ആന കോണം തോലും ഉണ്ടാവും. അയ്യടാ, എന്നാലും ആനയാണല്ലോ. വിഘ്നേശ്വര ജന്മ നാളികേരം. എന്താണാവോ ഭവതിയുടെ മുഖകമലം പ്രസന്നമാകാനും തദ്വാര ചിരിമുത്തുകൾ ഉതിരാനും കാരണം? ഒന്നരളി ചെയ്താലും. മേഘങ്ങൾക്കിടയിലൂടെ ഇന്ത്യൻ എയർലൈൻസിന്റെ പുഷ്പക വിമാനത്തിലാണല്ലോ ഭവാൻ എഴുന്നള്ളിയത്. അതിൽ അങ്ങയോടൊപ്പം യാത്ര ചെയ്തിരുന്ന ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അടിയൻ ചിന്തിച്ചു പോയതാണേ. കണ്ടെങ്കിൽ മദിരാശിയിൽ ശൊക്കലിംഗം തയ്ക്കുന്ന സൂട്ട് മാത്രമേ ധരിക്കൂന്ന് നിർബന്ധം പിടിക്കുന്ന അവിടുത്തെ തനി സ്വരൂപം അവർ കൺകുളിർക്ക കണ്ടേനെ. അതെ, ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്പം പഴകിപ്പോയി എന്ന് കരുതി ഞാനത് പുറന്തള്ളാറില്ല. അതുകൊണ്ടാണ് എനിക്ക് പലരെയും ഇപ്പോഴും സഹിക്കാൻ സാധിക്കുന്നത്. ആ, അതുപോട്ടെ, വിനയചന്ദ്രക്കുറുപ്പിന്റെ കിന്നരി തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. ദേ, ഇതൊക്കെ താഴെ വന്നൊന്ന് പറയണ്ടേ കുറുപ്പേ? വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഈ ദന്തഗോപുരത്തിൽ കയറി കഥ അടച്ചിരിക്കും. നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും അമ്മാവനും എല്ലാം ഇതൊക്കെ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ആ, അത് പാടില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആളാവുമ്പം എല്ലാരുമായും ഒരല്പം അകൽച്ച സൂക്ഷിക്കണം. അത് ബിസിനസ്സിൽ. താഴെ വന്ന് അമ്മയോടൊന്ന് സംസാരിച്ചേ. ഇനിയിപ്പോ എന്താ സംസാരിക്കാനാ? അവരെല്ലാം കണ്ട ചെല്ല ഇങ്ങോട്ട് വന്നേ. അല്ല, ഇനിയിപ്പോ അഭിനയിക്കണം.
ഹലോ മമ്മി, ഹൗ ആർ യു? ഹായ് അങ്കിൾ, ഹൗ ഡു യു ഡു? ഇതാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, അവനെ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ ഗൾഫെയറിന്റെ സമ്മാനം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആൾക്ക് കിട്ടിയത്. ഇതൊക്കെ അവിടെ കൂടെ ഒന്ന് പറഞ്ഞേ. വരൂന്നേ. എന്നാ ഇനി വീട്ടിലെ അഭിനയം ആരംഭിക്കാം. എന്താ അമ്മേ, സുഖമാണോ? അമ്മയ്ക്ക് എന്താടാ ഇവിടെ ഒരു സുഖക്കുറവുള്ളത്? മതിയോ? അമ്മാവന് സുഖമാണോ? ആ എടാ ശാന്ത, നിനക്ക് സുഖമാണോ? അസുഖമൊന്നുമില്ല ഏട്ടാ. ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് ഇവക്കൊന്ന് ബോധ്യപ്പെടണമെന്ന്. അവള് പറഞ്ഞത് ശരിയാ. നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് അവള് പറഞ്ഞിട്ടാ. എങ്കിലും നിന്റെ വായിന്ന് രണ്ട് വിശേഷം കേൾക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ. എന്നാ ഞാനൊരു വിശേഷം പറയട്ടെ. ആ, കൊണ്ട് ഇത് എന്താണെന്ന് പറയാമോ? ഇത് കഴുകൻ. കഴുകനോ? കഴുകനോ? മണ്ടത്ര എഴുന്നള്ളിക്കാതെ ട്രോഫി. എടാ, ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? സംഗതി കുറഞ്ഞ പിക്ചറിലാണെങ്കിൽ ഒരു 10-15 റുപ്യക്കുള്ള കോപ്പുണ്ട്. ജനിച്ച കാലം മുതലേ കുടുംബത്തിലെ സാധനങ്ങളൊക്കെ വിറ്റ് ജീവിച്ച നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ? അമ്മേ, അമ്മയ്ക്ക് ഇതെന്താന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കാണാൻ നല്ല ചന്തമുണ്ട്. എന്നാല് ഗൾഫ് എയറിൽ ആ, ഗൾഫ് എയർ എന്താന്ന് മനസ്സിലായോ? വിമാനല്ലേ? വിമാനം. അത്രയെങ്കിലും വിവരം ഉണ്ടല്ലോ. ആ വിമാനത്തില് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ആളിന് കിട്ടുന്ന സമ്മാനം. ആ, ഇനി സതി എവിടെ? മുകളിലുണ്ട്. അവളോടൊന്ന് സംസാരിച്ചേക്കാം. യാത്ര ചെയ്തതിന് സമ്മാനോ? അങ്ങനെയാണെങ്കിൽ എനിക്കും കിട്ടണ്ടാണല്ലോ. എന്തിന്? ഞാൻ KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയമില്ല. കാശ് കൊടുത്ത് മേടിച്ചായിരിക്കും. നീ ഒന്ന് തുമ്മാതിരി എന്റെ ഗംഗാധര. ആ, ഞാൻ കൊടുത്ത ബുക്കുകളെല്ലാം കിട്ടിയില്ലേ? ആ, കിട്ടി. അറിയാത്ത ഒരെണ്ണം ഔട്ട് ഓഫ് പ്രിന്റ്. അത് ഞാൻ ഡൽഹി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച രാമക്കങ്ങൾ വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിരിക്കുക. ആ, നിന്റെ കോളേജിലെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ ഇത്രയും ബുക്കുകളെല്ലാം വാങ്ങിച്ചു തന്നിട്ട് നീ എന്താ ജനറൽ നോളജ് ഇങ്ങനെ മോശമാന്നേ? എനിക്കൊരു ഒറ്റ ക്വസ്റ്റ്യനെ മിസ്സായുള്ളൂ. എന്തിനാ മിസ്സാവുന്ന? ഏത് ക്വസ്റ്റ്യൻ? ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാന്ന്? ഏഷ്യയിലെ ഏറ്റവും വലിയ നീ അറിഞ്ഞിരിക്കണ്ടേടി. ഏതാ ഏട്ടാ ഏത്? ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി? ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി. ഓ, എന്റെ നാക്കിന്റെ തുമ്പത്തുണ്ട് എന്തോ ഒരു ഉണ്ടമാ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒന്നുകിൽ ടൂറിന് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പോയിട്ട് വന്ന ആ വിശേഷങ്ങളൊക്കെ എന്നോട് പറയണം. ഞാൻ എന്തിനാ വേഷം കെട്ടിയിരിക്കുന്നത്? ഞാൻ വീണ്ടും പ്രാക്ടീസിന് പോകും. നീ കോടതി പൊയ്ക്കോ, പക്ഷെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും പോണ്ട. എന്താ പോയാല്? വിനയം പറഞ്ഞിട്ടില്ലേ ഞാൻ നിർത്തിയത്? ആ ഒരു വിചാരം വിനയനുണ്ടോ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഷോക്കേസ് വയ്ക്കാനുള്ള ബൊമ്മയല്ല മിസ്സസ് വിനയൻ. കേൾക്കുന്നവർക്ക് എന്താ ഒരു കുറവ്? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. നിനക്ക് ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവുള്ളത്? നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ ഇവിടെ കുത്തിയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ വേണം. അത് എന്റെ വിടലേക്കായി. ആരുടെ പെടലിക്കും വയ്ക്കുന്നില്ല. ഞാൻ പ്രാക്ടീസിന് പോവും. എന്റെ ഭാര്യ ജോലി ചെയ്ത് എനിക്ക് ചെലവിന് തരണ്ട. കോട്ടും സൂട്ടും ടൈയും കെട്ടിയ നിങ്ങളുടെ മനസ്സ് ആ പഴയ മുഷിഞ്ഞ തോർത്ത് തന്നെ. താങ്ക് യു. ഒരാഴ്ച മുടങ്ങിയാൽ അപ്പടി പൊടി മാറാലേ വാ. ദേ ആ മൂല. ആ, അമ്മേ, ചേട്ടൻ പണിത് വെച്ചിരിക്കില്ല ഇത്രയും വലിയ മാളിക. പിന്നെ എന്തിനാ അതിന്റെ മോളിൽ കിടന്ന് തൂത്തു പറഞ്ഞത്? ആ, ഇവിടുന്ന് ആ തുടക്കം. നീ നിന്റെ ചേട്ടൻ ഉണ്ടാക്കിയ വീട്ടിലല്ലേ ഞെളിഞ്ഞു കിടക്കുന്നത്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ നോക്ക്. അയ്യടാ, അതിനൊന്നും എന്നെ കിട്ടത്തില്ല. കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുത്ത് ഇത്രയും വലിയ വീടുണ്ടാക്കി ഒരു സുപ്രഭാതത്തിൽ ഇൻകം ടാക്സ് വന്ന് അത് മുഴുവൻ എടുത്തോണ്ട് പോയി ചേട്ടനെ പോലെ വെറുതെ ബ്ലഡ് പ്രഷറും പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ പഴയ വീട് മതിയേ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടന് ദേഷ്യം ഉണ്ടാവോ? കാര്യം പറ. ഞാനൊരു 4 ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ. എന്റെ ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട്, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ആ, അങ്ങനൊന്നും മാനേജ് ചെയ്യണ്ട. ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നും ആരും ഇവിടെ നിൽക്കണ്ട. എത്ര നാളായി ചേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്? അമ്മ ഏട്ടത്തി അമ്മയായിട്ടൊക്കെ ഇരുന്നിട്ട് എനിക്ക് അമ്പലത്തിലൊരു നേർച്ചയുണ്ട്. അതൊക്കെ പ്ലാൻ ചെയ്താ ഞാൻ പോകുന്നത്. അതൊന്നും പ്ലാൻ ചെയ്യാനുള്ള സമയമല്ലത്. ഇപ്പൊ നീ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം പഠിത്തം. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അംഗീകാരം കിട്ടുള്ളൂ. മനസ്സിലായോ? ആ, ഇപ്പൊ എന്താ ശാന്തൻ തേരാ പാരാ നടക്കുന്നത്? അവൻ പഠിക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പഠിച്ചില്ല. നിനക്കെങ്കിലും അതുണ്ടാവരുത്. പ്രത്യേകിച്ച് നീ ഒരു പെൺകുട്ടിയാണ്, മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ്. ആ വീട്ടിൽ നിനക്ക് അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് പഠിപ്പ് വേണം, അതിനനുസരിച്ചുള്ള ജോലിയും വേണം.
ഞാനും നീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇടാനാ എന്റെ മോനെ. എന്റെ കാര്യത്തിൽ ചങ്ങനില്ല എന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. നിനക്ക് എന്തിന്റെ കുറവാ? സമയത്തിന് ഇറച്ചി, റൊട്ടി, ബിസ്ക്കറ്റ്. എന്താ രാവിലെ പെറുപിറുക്കുന്നത്? ആ, നരജമ്മം കഴിഞ്ഞെങ്കിലും നാജമ്മം കിട്ടിയാൽ മതിയായിരുന്നു എന്റെ രാജമ്മേ. അല്ലാതെ എന്ത് പറയാനാ? ഒന്ന് പിടിച്ച പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണെങ്കിൽ മനസ്സിലാക്കാം. സ്വന്തം പെങ്ങളാവുമ്പോ അങ്ങേയറ്റം പഠിപ്പിക്കണം. എങ്കിലേ ചെന്ന് കയറുന്ന വീട്ടിൽ അംഗീകാരം കിട്ടും. ഭാര്യയാകുമ്പോ പഠിച്ചത് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഉടനെ മായ്ച്ചു കളയണം. എന്താടി രാവിലെ തന്നെ ചേട്ടൻ പോയി മുട്ടിട്ട്? എനിക്ക് അപ്പോഴേ അറിയാം നിന്റെ കാര്യം പോക്കാന്നുള്ളത്. കൊണ്ടുവന്നിട്ടുണ്ടല്ലോ 50 രൂപയുടെ 100 രൂപയുടെ പുസ്തകങ്ങൾ കൊട്ടക്കണക്കിന്. പെങ്ങളെ പഠിപ്പിച്ച് പേഷ്കാരാക്കാൻ. പഠിച്ചോ. ഈ പുതിയ പുസ്തകം വാങ്ങിക്കുമ്പോ നല്ല രസമാണ്. പണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. അതിനൊരു നല്ല മണമുണ്ട് അല്ലേ അടുത്തമ്മേ? പക്ഷെ 2 മാസം കഴിയുമ്പോ ചേട്ടൻ ചോദിക്കും കംപ്ലീറ്റ് ഒന്ന് കാണാപ്പാടം പഠിച്ച് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പഠിത്തം നിർത്തിയത്. ചേട്ടനെങ്കിലും വല്ലപ്പോഴും ഹോസ്റ്റലിലേക്ക് ഒന്ന് വന്നൂടെ? പോവാൻ എനിക്ക് വല്ല വിഷമം ഉണ്ടായിട്ടാണ് അടുത്തമ്മേ. ഞാൻ വല്ലപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നു. ഇവിടെ സുന്ദരികളായ കൂട്ടുകാരികൾ എന്നെ നോക്കി ചിരിക്കുന്നു, ഞാൻ അവരെ നോക്കി തിരിച്ചിരിക്കുന്നു. അതിവിടെ ചേട്ടൻ അറിയുന്നു, ചുറ്റിക്കളിയാവുന്നു. എന്തിനാ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും ദയവായിട്ട് തരണം. 2 ദിവസമായി കഞ്ഞി കുടിച്ചിട്ട്. ഡബിൾ 4. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ ഗോപുവൻ പ്രദേശമുള്ള റിപ്ലൈ അയച്ചില്ലേ? അല്ല സർ, ഞാൻ വിചാരിച്ചു. നിങ്ങളോട് ആരായി വിചാരിക്കാൻ പറയുന്നേ? അല്ല സർ, ഞാൻ കരുതി. നിങ്ങളോട് ആരായി കരുതാൻ പറയുന്നേ? സർ, ഈ ട്രോഫിയാണോ ഹൈദരാബാദിൽ നിന്ന് കിട്ടിയത്? ഓഹോ, നിങ്ങൾ കണ്ടില്ലല്ലേ? യുനോ സംതിങ്, 3ാമത്തെ വർഷമാണ് നമുക്ക് തന്നെ ട്രോഫി കിട്ടുന്നത്. നത്തിങ് ലൈക്ക് ഹാർഡ് വർക്ക്, ബീന. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. അല്ല, ഇതാര്? ഡൽഹി ബാംഗ്ലൂർ യാത്രയൊക്കെ കഴിഞ്ഞോ? ആ, ഞാൻ ഇന്നലെ വന്നു. ബാ. മാസ്റ്റർ പറഞ്ഞ മാഗസിനൊക്കെ ഇതിലുണ്ട്. നന്നായി ഇരിക്കെ. നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ആ സമയത്ത് തന്നെ വന്നു ചേർന്നു. നല്ല ലക്ഷണമാണ്. എന്താ മാസ്റ്റർ? ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെ വളരെ വിഖ്യാതമായ ഒരു ക്ഷേത്രമുണ്ട്. ആ വിവരങ്ങൾ ഞാൻ എഴുതിത്തരാം. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നീയും ഭാര്യയും കൂടി അവിടെ പോകണം. അവിടെ ഏറ്റവും വിശേഷപ്പെട്ടത് ശയനപ്രദക്ഷിണമാണ്. മുടങ്ങാതെ നീ അത് ചെയ്യണം. എന്താ മാസ്റ്റർ കാര്യം? എല്ലാം തേഞ്ഞ നിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമല്ലേ ഉള്ളൂ. ആ ദുഃഖം അതുകൊണ്ട് പരിഹരിക്കും. ഞാൻ പഠിപ്പിച്ച ഒരു കൃഷ്ണനുണ്ട്. അവനിപ്പോ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയാണ്. അവനും 15 വർഷമായി കുട്ടി കളിക്കാം. ഏതോ ഒരു സ്വാമി ഉപദേശത്തിന്റെ പേരില്ല അവൻ അവിടെ പോയതും ശയനപ്രദക്ഷിണം നടത്തിയത്. മെനഞ്ഞാന്ന് അവൻ ഭാര്യ കുട്ടിയുമായി എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് നിന്നെ പറ്റി ഞാൻ ഓർത്തത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അങ്ങനെ ആവട്ടെ മാസ്റ്റർ. നമ്മുടെ ശാന്തൻ എങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയണ്ട മാസ്റ്റർ, അവനാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവൻ ഇനിയും ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടാനുണ്ടെന്ന് കരുതി അനിയൻ അങ്ങ് ജീവിക്കാന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ. അവൻ ഒരു ദോഷവും വരില്ല. മറ്റുള്ളവരൊക്കെ നിന്നെപ്പറ്റി പറയുമ്പോ അവൻ അഭിമാനമാണ്. നിന്റെ ഫാക്ടറിയിൽ എന്തോ തൊഴിൽ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഒന്നും പറയണ്ട മാസ്റ്റർ, ഏതോ ഒരു തലതിരിഞ്ഞവൻ കൊടിയും പിടിച്ചിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. സൂക്ഷിക്കണം. ഒരുത്തൻ കൊടി പിടിച്ചാൽ അവന് പറഞ്ഞാൽ മനസ്സിലാകും. കൊടിയുടെ എണ്ണം കൂടിയാൽ നമ്മുടെ ഭരണഘടന മാറ്റേണ്ടി വരും. ഇതങ്ങനല്ല മാസ്റ്റർ. എന്റെ അടുത്ത് ജോലി അന്വേഷിച്ചു വന്നൊരു തെണ്ടിയാണവൻ. ആറിനോട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊന്നും ഞാൻ അറിയുന്ന പ്രശ്നമേ ഇല്ല. എടാ, നിന്റെ ചേട്ടനുണ്ടല്ലോ, അവനെന്നെ ഭയങ്കര പേടിയാ. അവനെ ഞാൻ തല്ലി കണക്ക് നോക്കിയാ അവൻ എന്നെ കൊല്ലേണ്ട സമയം കഴിഞ്ഞു. പിന്നെ അവനെന്നെ തീറ്റിപ്പോറ്റുന്നത് അവന്റെ ഗുരുത്വം. പക്ഷേ ഞാൻ അന്ന് അവനെ തല്ലിയതുകൊണ്ട് അവൻ ഈ നിലയിലെത്തി. എന്നാൽ ആ കൈ വെച്ച് എന്നെ ഒരു പൂച്ച പൂച്ചമ്മാവാ. അയ്യോ, എന്തിനാടാ കതിരെ വളം വെച്ച് കൈ നാശാക്കുന്നത്? കളിയാക്കാതെ.
മന്ത്രിയാവുന്ന എന്റെ ജാതകത്തില് അറിയോ? അത് ചിലപ്പോ ആയെന്ന് വരും. അതിനുള്ള വിദ്യാഭ്യാസം അല്ലേ നിനക്ക്? ഒരുപാട് അങ്ങ് ഊതാതെ. 4 യൂണിയൻ എന്റെ കൂടെ. ഇനിയിപ്പോ യൂണിയൻ പ്രവർത്തനം ഇല്ലാഞ്ഞിട്ട് മന്ത്രിയായില്ലെന്ന് വേണ്ട. എടാ മോനെ, നീ അബദ്ധത്തിന് മന്ത്രി ആവുമ്പോ ഈ അമ്മാവനെ ആക്കാൻ ഗൺമാനാക്കാൻ പറ്റില്ല. നീ ആക്കില്ലേ? ആക്കാൻ പറ്റില്ല. നീ ആക്കില്ലടാ. പറ്റില്ല. നീ ആക്കില്ലെന്ന് എനിക്ക് അറിയാതാ. പറ്റില്ല. ഈ അമ്മാവന് ആരില്ലാത്തോണ്ടല്ലടാ പറയണത്. എന്തത്? ചുമ്മാ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അമ്മാവന്റെ ഗതി കേട്ടടാ. ആക്കില്ലടാ. അമ്മ കേൾക്കുന്നു. നീ ആക്കില്ലെന്ന് എനിക്ക് അറിയാം. ഈ ഗംഗാട് ആരുമില്ല. ഈ ഗംഗാട് ആരുമില്ലടാ. അതുകൊണ്ട് അവരവിടെ അമ്മാവാ, ശാന്തൻ. അച്ഛന്റെ സ്വഭാവം തന്നെയാ. ആ, ആഹാരം കഴിക്കുമ്പോ എല്ലാരും അടുത്ത് വേണം. അതല്ലേ അമ്മ ഒരു സുഖം. എവിടെ ആയിരുന്നു ദേവരെ? അമ്മാവൻ നനച്ചോണ്ടിരിക്കുന്നു. വെള്ളം, പച്ചവെള്ളം. ഇങ്ങും അടുത്തോട്ട് അമ്മാവാ. എന്തിനാ 1 കിലോമീറ്റർ ദൂരെ പോയിരിക്കുന്നേ? നീ തന്നെയാണല്ലോ എപ്പോഴും പറയാറുള്ളത് ഒരകൽച്ച നല്ലതാണെന്ന്. എന്താ അമ്മാവൻ പറഞ്ഞത്? അത് ഗംഗാധരൻ നിനക്കിട്ടൊന്ന് വെച്ചതാ. എന്റെ അമ്മാവനല്ലേ അമ്മേ, മോശക്കാരനാവൂ?